നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ഡ്യൂറൻ കപ്പിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ആരൊക്കെ ഏറ്റുമുട്ടും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഷില്ലോങ് ലജോങ്ങും തമ്മിലാണ് ആദ്യ സെമി വരിക. നോക്കുക, ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. ആദ്യ ക്വാർട്ടറിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ ആർമിയെ പരാജയപ്പെടുത്തിയത് നമ്മൾ പ്രതീക്ഷയാണ്. പക്ഷെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ വലിയ അട്ടിമറി തന്നെ നടന്നിരിക്കുന്നു. കരുത്തരായ ഈസ്റ്റ് ബംഗാളിനെ ഷില്ലോങ് ലജോങ് തറപറ്റിച്ചിരിക്കുന്നു. 2-1 തോൽവിയാണ് വമ്പൻ താരങ്ങളെ അണിനിർത്തിയ ഈസ്റ്റ് ബംഗാൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അവരുടെ ആദ്യ 11 നോക്കുക. ഗോൾ കീപ്പർ ഗില്ലായിരുന്നു. ടീമിൽ ജെയ്ക്സൺ ഉണ്ടായിരുന്നു, ഡയമൻഡഗോസ് ഉണ്ടായിരുന്നു, തലാൽ ഉണ്ടായിരുന്നു, നന്ദയുണ്ടായിരുന്നു, സൗൾ ക്രസ്പോ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ 11-ൽ കരുത്തര വെച്ചിറങ്ങിയ ടീമാണ്. തുടക്കത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിന് തിരിച്ചടിയേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 8ാമത്തെ മിനിറ്റിൽ തന്നെ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു ഷില്ലോങ് ലജോങ് FC. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി സിൽവയാണ് ഗോൾ അടിച്ചത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 77ാമത്തെ മിനിറ്റിൽ നന്ദയിലൂടെ ഈസ്റ്റ് ബംഗാൾ ആ ഗോൾ മടക്കി അടിച്ചെങ്കിലും അവസാന ഘട്ടത്തില് 84ാമത്തെ മിനിറ്റിൽ ഫിഗോ നേടിയ ഗോളിന് ഷില്ലോങ് ലജോങ് വിജയം ഉറപ്പാക്കിയായിരുന്നു. ഈസ്റ്റ് ബംഗാൾ കരുത്തുറ്റ ടീമുമായി വന്ന ഈസ്റ്റ് ബംഗാൾ ഇതാ സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. ഈ ഒരു ഫിക്സറൊക്കെ വന്നപ്പോൾ, നോക്കൗട്ട് ഫിക്സറൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞിരുന്നല്ലോ ഈസ്റ്റ് ബംഗാളിന് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്, അങ്ങനെ വന്ന ഫിക്സറാണ്, അതിനു വേണ്ടിയിട്ട് ഫിക്സറാണെന്നൊക്കെ. എന്നാൽ ഈസ്റ്റ് ബംഗാൾ ക്വാർട്ടറിൽ തന്നെ വീണിരിക്കുന്നു. ഷില്ലോങ് ലജോങ് വലിയൊരു അട്ടിമറി തന്നെ നടത്തിയിരിക്കുന്നു എന്ന് പറയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.